മുന്നേറ്റ വീഡിയോന്റെ ബാക്കിയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇപ്പൊ കണ്ട റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ പോകണുണ്ടോ, എന്തോരം സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഓട്ടോറിക്ഷയും കൂടെ പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കി പഠിച്ചാലേ കിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി ചേർന്ന് പോയാലേ നമുക്ക് ആ സ്ഥലം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം ലെഫ്റ്റിലോട്ട് പോകണം. ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയില് പുറത്തിറങ്ങിയിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു. എന്ത് അപ്പൊ ഇപ്പൊ നിനക്ക് ആ പുറത്തിറങ്ങി ഞാൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ നിനക്കത് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ നമ്മുടെ വണ്ടി ഏത് ഗിയറിലാണ് ഇവിടെ നിൽക്കണേ? ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോ കൊണ്ടുപോയി നിർത്തുമ്പോഴും നമുക്കത് ഏത് ഗിയറിൽ നിർത്താം? ന്യൂട്രലിൽ നിർത്താം. ഒന്ന് ന്യൂട്രൽ ഗിയറിലായിക്കേ. ഓക്കെ, അങ്ങനെ നിർത്തുവാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് എന്ത് ചെയ്യണ്ട, ചവിട്ടണ്ട, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കിടക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോണം. അപ്പൊ നമുക്ക് ഏത് ഗിയറിലോട്ട് വരണം? ഓക്കെ, ഫസ്റ്റിലിട്. അപ്പൊ ടെൻഷൻ അടിക്കണ്ട. നീ ഇനി എന്താവാനുള്ളൂ? ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളൂ. ഒരു ബലവും ഇല്ല. നിന്റെ തലയിലോട്ട് വെറും 2 കിലോയെ ഭാരം തരുന്നുള്ളൂ. 10 കിലോയോ 20 കിലോയോ തരൂല. അപ്പൊ നീ അതിനനുസരിച്ചുള്ളത് എന്ത് ചെയ്താൽ മതി? എനിക്കിവിടെ ചെയ്താൽ മതി. അതിന് മേലോട്ട് നീ റിസ്ക് എടുക്കാൻ പോകണ്ട. ഇപ്പൊ ഇവിടെ നമ്മൾ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് കാലെടുത്ത് നോക്കുവാണ്. മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുവാണ്, ക്ലച്ചിൽ നിന്നല്ല, ബ്രേക്കിൽ നിന്ന്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വണ്ടി ബാക്കോട്ട് കൊണ്ട് ബ്രേക്കിൽ നിന്ന് നമുക്ക് കാലെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ടൗണിൽ നമ്മൾ നേരത്തെ നിർത്തിയപ്പോൾ നമ്മുടെ വണ്ടി നീ ബ്രേക്ക് ചവിട്ടി പിടിച്ചായിരുന്നു. ഈ സമയത്ത് നമുക്ക് ബ്രേക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാലെടുക്കാൻ പറ്റൂല. കാരണം ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പുറകോട്ട് പോകും, പിറകിൽ വണ്ടി ഉണ്ടെങ്കിൽ അതിന് തട്ടും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനാണ് ഹാഫ് ക്ലച്ചിൽ നമ്മൾ വൈബ്രേഷൻ നമ്മൾ എടുക്കുക എന്ന് പറയണേ. അപ്പൊ ഇന്ന് നിനക്ക് എത്രാമത്തെ ദിവസമാണ്? 2ാമത്തെ ദിവസം. നമ്മൾ ഒരു ക്ലാസ് 6 കിലോമീറ്റർ നമ്മൾ 300 രൂപ മേടിക്കുക. ഒന്നും അറിയാത്തവർ നമ്മൾ പഠിപ്പിച്ച് ക്ലിയർ ആക്കി നിങ്ങളുടെ വീട്ടിലത്തെ വണ്ടി ഒറ്റയ്ക്ക് എടുക്കാനുള്ള ലെവലിലേക്ക് ആക്കുകയും ചെയ്യും. അതിന് പുറമെ ലൈസൻസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവൻ്റെ ലേണിംഗ് കഴിഞ്ഞാണ്, ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ പുറകോട്ട് പോകും. ക്ലച്ച് മെല്ലെ പൊക്കി ഒരു വൈബ്രേഷനിലോട്ട് വരും. ഇതൊക്കെ പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വൈബ്രേഷൻ വരും. വന്നു, വെയിറ്റ്. ആ വൈബ്രേഷൻ വന്നപ്പോൾ നമ്മൾ മെല്ലെ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് എടുത്തു നോക്കി. മോനെ കുട്ട, ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല. ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്തു. കണ്ട, വണ്ടി ബേക്കോട്ട് പോകണില്ല. ഇനി നീ എന്ത് ചെയ്യണം? ചെറിയ കയറ്റമാണെങ്കിൽ ഈ ക്ലച്ചിൽ തന്നെ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും? കയറും. അപ്പം വേണ്ട, അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. അപ്പം മെല്ലെ ആക്സിലോട്ട് കാലെടുത്ത് വെച്ച് ക്ലച്ച് പൊക്കണ്ട. എന്നിട്ട് മെല്ലെ സോഫ്റ്റായിട്ട് ആക്സിറ്റ് ചവിട്ട്, സോഫ്റ്റായിട്ട് ചവിട്ട്. ഇനി ക്ലച്ച് നമുക്ക് വേണ്ട. കണ്ടോ? അപ്പം നമ്മുടെ ഒരു വണ്ടീൻ്റെ അകലം വരെ നമ്മൾ ആ ക്ലച്ചും ബ്രേക്കും സപ്പോർട്ട് ചെയ്ത് മെല്ലെ എടുത്ത് ഒരു വണ്ടീൻ്റെ അകലം കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങോട്ടായി? ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇനി ഞാൻ പറഞ്ഞ വരയിലോട്ട് ഇനി വണ്ടി അടുക്കാനുണ്ടോ എന്ന് നോക്കിയാൽ നീ. ഓക്കെ, അങ്ങോട്ട് നോക്കും. അപ്പം ഞാൻ മുന്നിൽ നടന്നു പോകുന്നുണ്ട്, അങ്ങോട്ട് മാത്രം നീ ശ്രദ്ധിക്കുക. അവിടുന്ന് വരുന്ന വണ്ടി നീ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. അപ്പം മുന്നോട്ട് നോക്കി. ഇനി ബലം പിടുത്ത സ്റ്റിയറിംഗ് കുറയ്ക്കും. നീ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൂളായിട്ടിരുന്നു, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് നോക്കി. ഇനി നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ അടുക്കാണ്ടോ? എന്നാ അടുപ്പിച്ചേ കുഞ്ഞെ. എന്നിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, തട്ടുവാണെങ്കിൽ തട്ടിക്കോട്ടെ, ഞാനല്ലേ പറയണേ, നീ ചെയ്യേ. ഓക്കെ, ഈ റേഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം? പിടിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റിയറിംഗ് നോക്ക്, വെറുതെ തിരിക്കാനില്ല. നീ വിചാരിച്ച അത്ര ഒന്നും സ്റ്റിയറിംഗ് തിരിക്കാനില്ല. ഇപ്പം നിനക്ക് മുന്നോട്ട് പോകാൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിലുള്ള 10 സ്പീഡിലാണ് പോകണം. അതിന് നമ്മൾ മെല്ലെ ഒരു 15 സ്പീഡിലോട്ട് ആക്കുവാണ്. ആക്കിക്കേ, കണ്ണൂർന്ന് മുന്നോട്ട് പോകും. വേറെ ഒന്നുമില്ല, 15 സ്പീഡ്. നമ്മൾ താഴോട്ടൊന്നും നോക്കണ്ട. ആയി. അപ്പോൾ ആക്സിഡൻറ്റ് കാലെടുത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡിലിട്ടു. ഓക്കെ, കാലെടുത്തു. നീ മുന്നോട്ട് മാത്രം നോക്കും. പൊക്കോ, നീ മുന്നോട്ട് മാത്രം. അവിടെ ക്ലച്ച് ചവിട്ടാണ്ടാവും, ഗിയർ ഇടാണ്ടാവും, എന്ത് ചെയ്യാനുണ്ടല്ലോ. എൻ്റെ എത്ര സ്പീഡ് മതി സെക്കൻഡിലിട്ടാൽ? എത്ര സ്പീഡുണ്ട്? അത്ര വേണോ? വേണ്ട, 20. അങ്ങനെ മനസ്സിലാക്കിപ്പോ. അപ്പൊ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇനി നിനക്ക് ഇതിന് മേലെ പോകണമെങ്കിൽ നിനക്ക് തോന്നണം, ഞാൻ ഏത് ഗിയറിൽ പോകണമെങ്കിൽ ഇതിന് മേലെ പോകണമെങ്കിൽ അങ്ങനെ തോന്നും. മറ്റേത് ഈ സെക്കൻഡ്